ഈ വാഗമണിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആണ്, സ്റ്റീലിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതിന് എന്ത് ഗ്യാരണ്ടി ആണുള്ളത് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ബലമുണ്ട് എന്നുള്ളത്? കാരണം അവിടെ താഴെ പോയി കഴിഞ്ഞാൽ പോയില്ലല്ലോ. ടൂറിസം മേഖല അല്ലെങ്കിൽ അഡ്വഞ്ചറസ് പാർക്ക് അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ഗെയിം ഇതിനകത്തൊക്കെ സ്റ്റീലാണ് നോർമലി നമ്മൾ സെലക്ട് ചെയ്യുക കൺസ്ട്രക്ഷൻ മെത്തേഡ്. നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ട് സൂചിപ്പാറ വാട്ടർഫാൾസിന്റെ ഭാഗത്ത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാ ടൂറിസം മേഖലകളിലും എക്സിസ്റ്റിംഗ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. പണ്ടതില്ലായിരുന്നു. പണ്ട് നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൂറിസം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സിപ്പ് ലൈനോ എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യണം. നമ്മളെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന സൂചിപ്പാറ ഗ്ലാസ് ബ്രിഡ്ജിനകത്ത് NIT സർട്ടിഫിക്കേഷൻ കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ അതിന്റെ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുള്ളത്. എക്കണോമിക്കൽ ആൻഡ് ബെസ്റ്റ് ആണ്. നോർമലി കാണുന്നതെല്ലാം ടഫൻ ഗ്ലാസ്സിലാണ്. ശരി, ടഫൻ ഗ്ലാസ്സിലല്ല അതിലേക്ക് പോകേണ്ടത്. സാൻഡ്വിച്ച്ഡ് ലെയർഡ് ഗ്ലാസ് ആണ്, 3 ലെയർ ഗ്ലാസ് ആണ്. ടെക്നിക്കൽ സംഗതികളാണ്. മൂന്ന് ലെയർ ഉണ്ടാവുന്ന ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് പൊട്ടി കഴിഞ്ഞാൽ തന്നെ ഒരു മെഷീനകത്ത് ഈ സാധനം നിൽക്കണം. താഴത്തേക്ക് ഒരാളും നമ്മളെ കയറുന്ന ഒരു ഇൻഡിവിജ്വൽ 100% സേഫ്റ്റി ഉള്ള രീതിയിലായിരിക്കണം അത്. അപ്പൊ അതിന്റെ ഗ്ലാസിന്റെ ഇൻസ്റ്റലേഷനും ശ്രദ്ധിക്കാണ്ട് അതിനകത്ത് സ്പൈഡർ ഫിറ്റിംഗ് ചെയ്യാണ്ട് കുറച്ച് ടെക്നിക്കൽ പ്രൊസീജിയർ ആണ്. ഞാൻ പറയുന്നത് ആ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കോൺട്രാക്ടർ അല്ലെങ്കിൽ ഷുഡ് ബി പ്രൊഫഷണൽ ആണോ എന്നുള്ളത് നോക്കുക എന്നുള്ളത് ക്ലയന്റിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും അവരെ ബ്ലെയിം ചെയ്യുന്നതിന്റെ അർത്ഥമല്ല. വെദർ ദേ ആർ ക്വാളിഫൈഡ്, അവരെ വർക്ക് ചെയ്യുന്ന ആൾ ക്വാളിഫൈഡ് ആണോ എന്ന് അറിയാനുള്ള സമയം കണ്ടെത്തുക. അതിനുശേഷം പിന്നെ അവർക്ക് വർക്ക് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അതിനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം.